പെരുന്നാളിൻ്റെ ഒരു രീതി മൊത്തം മാറിയിട്ടുണ്ട്. പെരുന്നാള് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു തന്ന ആഘോഷമാണ്. നമ്മളൊക്കെ തല തിരിഞ്ഞിട്ടാണ് പോവുക. ആഘോഷമുള്ള ദിവസം കിടന്നുറങ്ങും. എന്നിട്ട് ആഘോഷിക്കേണ്ട, ഇപ്പം നോമ്പ് ആഘോഷമല്ല, അത് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും. തല തിരിഞ്ഞു പോവാണ് മൊത്തത്തിൽ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കൊട്ടിപ്പാടുമായിരുന്നു, അവരൊരുമിച്ചിരിക്കുകയും സന്തോഷം പങ്കുവെക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സമയം എന്ന് പറയപ്പെട്ടൊരു സംഗതി. നമ്മുടെ പെരുന്നാൾ ദിവസം എടുത്തു കഴിഞ്ഞാൽ രാവിലെ എണീച്ച് എങ്ങനെയെങ്കിലും സുബഹിയും കാര്യങ്ങളും അല്ലെങ്കിൽ നിസ്കാരവും കഴിഞ്ഞ് വന്ന് ചായ കുടിച്ച് കുറച്ചു നേരം കിടന്ന് ഉച്ചക്ക് എണീച്ച് ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്ന് വീണ്ടും ഒന്ന് കിടന്നുറങ്ങി രാത്രി ഏതാ രാവിലെ ഏതാണെന്ന് അറിയാത്ത കോലത്തിലൊരു എണീക്കൽ. കാരണം ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊരു പ്രത്യേക ഉറക്കം കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണീച്ച് ആ ദിവസം അങ്ങനെ ടെൻഡ് ചെയ്ത് പോവാം. അപ്പോൾ അവിടെ ഒരു ആഘോഷമോ ഒരു സന്തോഷമോ ഒന്നുമില്ല. സാധാരണ ദിവസം കുറച്ചധികം സമയം കൂടുതൽ കിടന്നുറങ്ങാൻ കിട്ടുന്നൊരു ദിവസമായിട്ട് മാറും. നേരെ മറിച്ച് ഇപ്പം ആദ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പെരുന്നാൾ കുറച്ച് ഭംഗിയുള്ളതാണ്. കുടുംബങ്ങളിൽ വിസിറ്റ് ചെയ്യുക, കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ചിട്ടായിരിക്കും ആ പെരുന്നാൾ തറവാട്ടിൽ വെച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു. അല്ലാതെ ഇപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്കാർ ഒരേ ദിവസം മാറിയിരുന്നൊരു ഭക്ഷണം കഴിക്കണതിൽ എന്താ അത്ര വലിയ സന്തോഷം കിട്ടുക? അപ്പോൾ അവിടെ പെരുന്നാളിൻ്റെ രസം കെടുക്കുന്നത് പലപ്പോഴും ആളുകളെ വിസിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ സൗഹൃദങ്ങളെ ഞാൻ ചേർത്ത് വെക്കുന്നതിലാണ്. കാരണം സന്തോഷ ദിവസമാണ്. അപ്പം എൻ്റെ സൗഹൃദങ്ങളെ ഞാൻ ചേർത്ത് വെക്കുന്നതിലാണ്. എൻ്റെ കുടുംബ ബന്ധത്തിനെ ഞാൻ സമയം ചെലവഴിക്കുമ്പോഴാണ്, അവരെ കൂടെ നിർത്തുന്ന സമയത്താണ്. സന്തോഷം എന്ന് പറഞ്ഞ സംഗതി പങ്കിടേണ്ടതാണ്. അപ്പോൾ പങ്കിടാനൊന്നും ഇല്ലാതായി പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വന്ന് കിടന്നുറങ്ങുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ പെരുന്നാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. ഏത് തരത്തിൽ ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെരുന്നാൾ ദിവസം നമ്മൾ പാട്ടുപാടി ഇരിക്കുക എന്ന് പറയില്ലേ? ഇപ്പോൾ സൗഹൃദത്തിൽ പാട്ടുപാടി ഇരിക്കുക, എല്ലാവരും കൂടി കുറച്ച് രസങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക, ഒന്നുമില്ല. കാരണം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു സാധനം എവിടെയോ നമ്മളെ തലയിൽ കയറിയിട്ടുണ്ട്. അധികം സംസാരിക്കരുത്, അധികം ചിരിക്കരുത്, ഒക്കെ വലിയ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ആരോ നമ്മളെ തലയിൽ ഇങ്ങനെ ആകെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. അങ്ങനെയൊന്നുമില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാനും കൂടി ഉള്ളതല്ലേ ജീവിതം. അല്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്തായി പോകില്ലേ ഇങ്ങനെ ബലം പിടിച്ച്? ചില മനുഷ്യന്മാർ ആളുകളെ മുഖത്തൊക്കെ ചിരിക്ക പോലും ഇല്ല. പിന്നെ രസമായിട്ട് കാണല് പെരുന്നാളിന് കാണുന്ന മറ്റൊരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കെട്ടിപ്പിടുത്തം ഉണ്ടാവും പെരുന്നാൾക്ക്. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 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 തട്ടി ഇങ്ങനെ ഓരോരുത്തർ ഒഴിവാക്കണതാണ്. ഇതേ ആളുകൾ എല്ലാ നോമ്പിനും അവിടെ ഉണ്ടായിരുന്നുണ്ടായി. അന്നൊന്നും ഇവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല, അന്നൊന്നും ഇവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ല, അന്നൊന്നും ഇവരോട് ഒരു കുശലം പറഞ്ഞിട്ടുണ്ടാവില്ല. മനുഷ്യനെ ഒരു പെരുന്നാളിലേക്ക് മാത്രം അത് ഒതുക്കി വെച്ച് അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു പോകുന്നതിന് പകരം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ എന്താ പ്രശ്നം? ആ പെരുന്നാളിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു. ആ ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളും നേരെ കൂടിയിട്ട് ഒരൊറ്റ ഫോട്ടോ സെഷനിൽ കാര്യം അവസാനിച്ച് പോകുന്നൊരു പെരുന്നാളായിട്ട് മാറുകയാണ്. അതും പിന്നെ ഭക്ഷണവും മാത്രമായിട്ട്. മറിച്ച് ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്ന പെരുന്നാളായിട്ട് മാറുന്നില്ല.